രോഗികൾക്ക് സാന്ത്വനമേകാൻ IRPC അംഗങ്ങൾ എത്തുന്നു. അതിനു മുന്നോടിയായി കണ്ണൂർ സോണൽ വളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചു. ടൗൺ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി KP സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 19-ന് P കൃഷ്ണപിള്ള ദിനത്തിലാണ് കിടപ്പ് രോഗികളെ സന്ദർശിക്കാൻ IRPC എത്തുന്നത്. ഞാനൊരു ത്യാഗം എന്ന് പറയാൻ കാര്യം എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യത്തിൽ വളരെ ത്യാഗമനോഭാവത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി നല്ല സാമൂഹ്യ അവബോധത്തോടുകൂടി നിർവഹിക്കേണ്ടുന്ന ഒന്നാണ് ഈ IRPC വളണ്ടിയർമാർ നിർവഹിച്ചു വരുന്ന ഓരോ കാര്യവും. ഇല്ല, അതിലൊക്കെ ചില ആളുകൾ അങ്ങനെ സന്നദ്ധമായിട്ട് ചില ആളുകളുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവർ വലിയ ഒരു പ്രതിബദ്ധതയാണ്. അതായത് മനുഷ്യത്വം എന്ന് പറയുന്നത് പ്രകടമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കിയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പോകാനും ഇടപെടാനും ഒക്കെ സാധിക്കും. ചില കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ല, യാതൊരു മാർഗവുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് എത്തിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ താല്പര്യപ്പെട്ടു പോകുന്ന കുറെ ആളുകളുണ്ട്. ചിലർ അങ്ങനെയല്ല. ചിലരിപ്പം എനിക്കറിയാം, ചില ആളുകൾ ചിലർക്ക് മരുന്ന് വേണം എന്ന് പറഞ്ഞാൽ വാങ്ങാൻ ശേഷിയില്ല, കഴിവില്ലാത്ത ആളുകളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമുക്ക് അങ്ങനെ പറഞ്ഞ് അവരുടെ മരുന്ന് കൃത്യമായിട്ട് എല്ലാ മാസവും ദീർഘവർഷങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പം ഒരു മാസം ചുരുങ്ങിയത് 4000 ഉറുപ്പിക വരും. അത്രയും സംഖ്യ ചെലവഴിച്ച് കൃത്യമായിട്ട് മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന, ഒരു മുടക്കില്ലാതെ വാങ്ങിക്കൊടുക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. സാന്ത്വന പരിചരണ മേഖലയിലെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് IRPC. ഓഗസ്റ്റ് 19-ന് P കൃഷ്ണപിള്ള ദിനത്തിലാണ് ജില്ലയിലെ മുഴുവൻ കിടപ്പ് രോഗികളെയും ഇവർ സന്ദർശിക്കുന്നത്. ഇതിനായി കിടപ്പ് രോഗികളുടെ വിവരശേഖരണം 15-നകം പൂർത്തിയാക്കും. പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരും ആരോഗ്യ പ്രവർത്തകരും ഹോം കെയറിൽ പങ്കാളികളാകും. സാന്ത്വന പ്രവർത്തനം സാംസ്കാരികമായി മാറ്റിയെടുക്കുക എന്ന് ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ജില്ലയിൽ 18 സോണൽ കമ്മിറ്റികളും 239 പ്രാദേശിക ഗ്രൂപ്പുകളുമാണ് IRPCക്കുള്ളത്. കണ്ണോത്തുംചാലിൽ പ്രവർത്തിക്കുന്ന IRPC തന്മയ സ്പെഷ്യൽ സ്കൂളിൽ നിലവിൽ ഒരു ക്ലാസ് റൂമാണ് പ്രവർത്തനം. കുട്ടികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സ്കൂളിന്റെ 1ഉം 2ഉം നിലകൾ ഉപയോഗപ്രദമാക്കാൻ 2 ലിഫ്റ്റ് സ്ഥാപിച്ച് 3 മാസത്തിനകം പ്രവർത്തനം തുടങ്ങും. ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ പരിശീലനവും തൊഴിലും നൽകുന്ന കനിവ് പദ്ധതി, IRPC ശ്രീനാരായണ ഡയാലിസിസ് സെന്റർ, ഫിസിയോതെറാപ്പി സെന്റർ, IRPC തയ്യിൽ സാന്ത്വന കേന്ദ്രം തുടങ്ങിയവയും വിപുലമാക്കും. ചടങ്ങിൽ KK റിജു സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിതിഷ പാലിയേറ്റീവ് ക്ലാസ് കൈകാര്യം ചെയ്തു. K ഷഹറാസ്, PM ഷാജിദ്, നഴ്സ് ഷിബ എന്നിവരും സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.